ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സി കെ ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി ഷോപ്പിങ്ങിനാണ് കേട്ടോ. വിഷുക്കെ ആയല്ലോ, അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കണം, പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പടക്കമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കാലിക്കറ്റ് ടൗണിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാമെന്നാണ്. പിന്നെ ഞങ്ങളെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി. ആ, കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഫുഡ് വെച്ച് നേരെ ഇറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോക്കും അതേപോലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. മക്കളൊക്കെ ആയിട്ട് പോവല്ലേ, അപ്പോൾ പെട്ടെന്ന് വിചാരിച്ച പോലെ പോയി വരാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ കാർ എടുത്തിട്ടാണ് പോകുന്നത്. ടൂ വീലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്ലാനിങ് ചെറുതായിട്ടൊന്ന് മാറ്റി. അപ്പോൾ ഞങ്ങൾ പോകുന്നത് രാമനാട്ടുകര എന്ന് പറഞ്ഞൊരു കുട്ടി സിറ്റിയിലേക്കാണ് കേട്ടോ, കാലിക്കറ്റുള്ളതിന്. അവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പോൾ മെയിനായിട്ട് ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല, പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും, പിന്നെ ഏട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും, പിന്നെ എൻ്റെ അനിയന്, പിന്നെ അതേപോലെ തന്നെ ഏട്ടൻ്റെ രണ്ടനിയന്മാരുണ്ട്, അവരുടെ മക്കൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കണം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുമല്ലോ, മക്കൾക്കൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ഏട്ടനും മക്കളും കൂടിയാണ് ഇറങ്ങിയത്. പിന്നെ ഇപ്രാവശ്യത്തെ വിഷുവിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ഞങ്ങൾക്ക് ഓണം വിഷു ഒന്നും ഒരുമിച്ച് കൂടാറില്ല കേട്ടോ. ഏട്ടൻ അവിടെയും ഞങ്ങൾ ഇവിടെയും അങ്ങനെയായിട്ടാണ് ഉണ്ടാവാറ്. ഞങ്ങൾ താമസം മാറി. ഫസ്റ്റത്തെ വിഷുവിനും ഏട്ടനിലായിരുന്നു, ഓണത്തിനുള്ളായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വിഷു ആണ് ഞങ്ങൾ താമസം മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ നാട്ടിലെത്തിയതുകൊണ്ട് ഒരുപാട് സന്തോഷം, ഒരുമിച്ച് വിഷു കൂടാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ടെക്സ്റ്റൈൽസിന് മുന്നിലെത്തിയിട്ടോ. അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് വല്ലാതെ തിരക്കില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര തിരക്കായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അമ്മമാർക്കുള്ള സാരി, അച്ഛന്മാർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. കുട്ടികൾക്കുള്ള നോക്കിയപ്പോൾ ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി അവിടുന്ന് മക്കൾക്കുള്ള ഡ്രസ്സും എനിക്കുള്ളതും ഏട്ടനുള്ളതും എല്ലാ ഡ്രസ്സും വാങ്ങുമായിരുന്നു കേട്ടോ. ആ രണ്ട് ഷോപ്പിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ്, പുതുക്കോട് മാമൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം അമ്മമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അവിടെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ വരുന്ന വഴി അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്മമ്മയ്ക്ക് സാരിയൊക്കെ ആയിട്ട് അവിടെ പോയി. പിന്നെ ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുണ്ടായിരുന്നു, ഏട്ടൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മനെ അവിടുന്ന് കാണാൻ പറ്റി. അങ്ങനെ പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. അതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങിയത് ഐക്കരപ്പടിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഞങ്ങൾ വീട് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയി. അങ്ങനെ തന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫസ്റ്റത്തെ വിഷു ഞങ്ങളെ വീട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീട്ടിലേക്ക് വരും ഫസ്റ്റത്തെ വിഷുവിന്, സൺഡേ. ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ബ്രദറും ബ്രദറിൻ്റെ വൈഫും കുട്ടികളും, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനും എല്ലാവരും വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ വിഷു ഞങ്ങളുടെ വീട്ടിലായതുകൊണ്ട് തന്നെ അതിനുള്ള പ്രിപ്പയർ നമ്മൾ ചെയ്യണമല്ലോ. ഫസ്റ്റ് നമ്മൾ ഒരുങ്ങി നിൽക്കണമല്ലോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ സെറ്റായിട്ട്. ഈ വിഷുവിൻ്റെ ഒക്കെ തലേന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് സാധനങ്ങളൊന്നും വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നേ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതേപോലെ തന്നെ കണി വെക്കാനുള്ള കുറച്ച് ഐറ്റംസും കൂടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ കിട്ടില്ല. കണിവെള്ളേരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പം അതും അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ മോൻ കുറേ വീഡിയോസൊക്കെ എടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണും കേട്ടോ. മോൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അവന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ലിസ്റ്റായിട്ടായിരുന്നു പോയത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണ്, എന്താ ഏതാ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാൻ സാധാരണ നോർമലി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ലിസ്റ്റ് ആദ്യം നമ്മൾ ചെയ്തതിന് ശേഷമാണ് പോവാറ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ. അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ എടുത്ത് വേസ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചത്, കളക്ട് ചെയ്തത് കേട്ടോ. ചെറിയ ആളെ ഏട്ടൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. മറ്റേത് അവനായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിച്ച പോലെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവന് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് മിഠായി ഐറ്റംസ് ഒക്കെ അവനത് കാണുന്നതൊക്കെ വാങ്ങിക്കണം. പിന്നെ അവിടെ ഓടിപ്പാഞ്ഞോണ്ട് നടക്കുകയും ചെയ്യും. അവൻ്റെ പുറകെ നടക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. പ്രശ്നം ഏട്ടുള്ളത് കൊണ്ട്
പിന്നെ അവൻ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ അവനെടുത്ത് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം അവനെടുത്ത് നടന്നു. കാരണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് പോയി നോക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കണല്ലോ. സൂപ്പർ മാർക്കറ്റിലല്ലേ, നമ്മൾ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക്, കടകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനങ്ങൾ എടുത്തു തരും. ഇത് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് നോക്കി സാധനങ്ങളൊക്കെ എടുത്തു തരണ്ടേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം പോയി. അതിനിടയിൽ മോന്, ഈ കാണുന്ന വീഡിയോസ് ഒക്കെ എൻ്റെ വലിയ മോൻ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. അവൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അപ്പോൾ അവന് ഏകദേശം സാധനങ്ങളൊക്കെ അവനടുത്ത് പറഞ്ഞപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്തതിന് കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അവനെടുത്ത വീഡിയോ ആണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വേഗം പെട്ടെന്ന് തന്നെ വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും വിഷുവിന് സദ്യ തന്നെയാണോ ഉണ്ടാക്കാറ്? ഞങ്ങളവിടെ നാട്ടിൽ സദ്യ അങ്ങനെ മെയിനായിട്ട് ഓണത്തിനൊക്കെ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഞങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ നോൺ വെജ് ആണ് ഉണ്ടാവുക. മെയിനായിട്ട് എൻ്റെ നാട്ടിൽ കേട്ടോ, ഞങ്ങൾ ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഏട്ടൻ്റെ വീട്ടിൽ സദ്യയാണ്. കാരണം ഏട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ മുസ്ലിംസാണ് കേട്ടോ. അപ്പോൾ അവർ ഈ പെരുന്നാളിൻ്റെ സമയത്ത് ബിരിയാണിയും മന്തിയും ഒക്കെ ആയിട്ട് കൊണ്ടുത്തരും. അപ്പം നമ്മൾ അങ്ങോട്ടും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ വീട്ടിൽ സദ്യയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അവർ വരുമ്പോൾ ഇനി ഇവിടെയും സദ്യ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊക്കെ ആരും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊന്നും ഒക്കെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറുള്ളൂ. ബാക്കി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണിക്കുള്ള ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കാനുണ്ടായിരുന്നത് മെയിനായിട്ട്. അതിലേക്കുള്ള അരി, മസാല സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ പിന്നെ ഏട്ടൻ രാവിലെ പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അതിന് തലേന്ന് വാങ്ങി ഫ്രിഡ്ജിൽ വെക്കണ്ട എന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ തൊട്ടടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതൊക്കെ രാവിലെ വാങ്ങിക്കാം, നേരത്തെ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തുള്ള ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത്. ഞങ്ങളെ നാട്ടിലെ മാത്രം പ്രത്യേകതയാണോ അത് എന്നറിയില്ല കേട്ടോ, നോൺ വെജ് കഴിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ തന്നെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോണ വീഡിയോ ഇതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിലേക്ക് വേണ്ടത്. ഏട്ടൻ മോനെടുത്ത് കുഴങ്ങിയിട്ടുണ്ട്. ഒരുപാട് സമയം അവനെടുത്ത് നിന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവർ വരുമ്പം ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഹബത്ത് സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വത്തൊക്കെ ആയിട്ടാണ് ഞാൻ ഈ പോകുന്നത്. അപ്പോൾ സമയം ഒരുപാട് പോയി കേട്ടോ. 9 മണി 9:30 ആയിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ. അപ്പോൾ പിന്നെ പടക്കം വാങ്ങിക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പടക്കം പിറ്റേന്ന് ഏട്ടൻ പോയി വാങ്ങിച്ചോളാം, ഏട്ടൻ അറിയുന്നൊരു കട ഉണ്ട് അവിടെ പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അവിടെ കൂടുതൽ സമയം നിന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവാണ്. ആദ്യം എപ്പോഴും എണീറ്റില്ല കേട്ടോ, നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്, ഗുഡ് നൈറ്റ്.